നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നിങ്ങളല്ല തീരുമാനിക്കുന്നത്. മനസ്സിലായ? അത് ഞാനാണ്. അത് ഞാൻ തീരുമാനം പോലുമല്ല. അത് ഞാനും നിങ്ങളും ഒരുമിച്ച് ജീവിക്കണ അവസ്ഥയെന്ന് രൂപപ്പെട്ടു വന്നതാ. അല്ലാതെ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കി കൊണ്ടുവരാൻ എനിക്ക് യാതൊരു പോസിബിലിറ്റിയും ഇല്ല. ഇപ്പൊ എന്റെ അമ്മയും അച്ഛനുമായിട്ട് ഞാൻ നല്ല ബന്ധത്തിൽ ഇരുന്നാ മതി. ആ വ്യക്തികൾക്ക് എന്നെ ഇപ്പം ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അവരുടെ തീരുമാനം, അപ്പൊ അവര് പറയുന്നതാ, അത് ഞങ്ങളെ തീരുമാനമല്ല, ഞങ്ങളായിരിക്കണ അവസ്ഥയിൽ ഉള്ള തീരുമാനമാണ്. ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പ്രപഞ്ചം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം മതവും ജാതിയും നിങ്ങളുടെ പേര് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് നിങ്ങളുടെ കൂടെയുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് രോഗം തുടങ്ങുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധം, ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഇരുന്നാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. കാരണം ഞാൻ പുറകിൽ വേറെ ഒരു കാര്യങ്ങളും അനാവശ്യമായിട്ട് ഞാനുമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് ഉണ്ടോ എന്ന് ഇടക്കിടക്ക് ഒരു ചെടി കുഴിച്ചിട്ടിട്ട് അതിന് വേര് വന്നോ നോക്കണ പോലെ നോക്കണ്ട. കാരണം നിങ്ങൾ വിളിക്കുമ്പം നിങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള ആ അവസ്ഥയിൽ ഞാൻ ഇരുന്നാ മതി. മനസ്സിലായ? അപ്പൊ ഞാൻ ഹൃദയം തുറന്നിരിക്കുമ്പം ആ ഹൃദയം തുറന്നിരിക്കുന്ന അവസ്ഥ ആർക്കെങ്കിലും കാണാൻ സാധിക്കണില്ലെങ്കിൽ അവിടെ എനിക്ക് ഒന്നും ചെയ്യാനില്ല. എപ്പോഴാണോ അവരാ തീരുമാനം മാറ്റാന് അവര് റെഡി ആയിട്ടിരിക്കണത്, അപ്പം അവര് വന്നോളും. വേറെ വഴിയില്ലല്ലോ. ഇപ്പം അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി പടച്ചോനല്ല, അല്ലെങ്കിൽ അവരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല, അല്ലെങ്കിൽ ദൈവമല്ല. അവരെ മനുഷ്യന്മാരുണ്ടാക്കിയ തീരുമാനത്തിൽ അവരകപ്പെട്ടിരിക്കുക. അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളും ഈ പറയുന്ന രോഗമുള്ള അവസ്ഥയിലേക്ക് മാറിപ്പോവും. മനസ്സിലായ? അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ പൊസിഷൻ വളരെ കൃത്യമായിട്ട് ആരെയും ബോധിപ്പിക്കാൻ പോവല്ലേ, ഒരാവശ്യമില്ല.